മൂന്നാം മോദി മന്ത്രിസഭയിൽ മുതിർന്ന നേതാക്കൾക്ക് നൽകിയ പങ്കിനെ എടുത്തുകാട്ടുന്ന പുതിയ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുകയാണ് അസോസിയേഷൻ ഫോർ ഡെമോക്രാറ്റിക് റിഫോം. സർക്കാരിൽ അംഗങ്ങളായ മന്ത്രിമാരിൽ ആകെ 2 പേരും 50 കടന്നവരാണെന്നാണ് കണക്കുകൾ പറയുന്നത്. ദേശീയ രാഷ്ട്രീയത്തിൽ പ്രായം എത്രത്തോളം മുഖ്യ ഘടകമാണെന്ന് വരച്ചുകാട്ടുന്നതാണ് ADR പുറത്തുവിട്ട ഈ കണക്കുകൾ. 51-നും 70-നും ഇടയിൽ പ്രായമുള്ളവരാണ് മന്ത്രിസഭയിലെ 66% അംഗങ്ങളുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. കഴിഞ്ഞ ദിവസമാണ് നരേന്ദ്രമോദി സർക്കാർ അധികാരമേറ്റെടുത്തത്. മന്ത്രിസഭയിലെ അംഗങ്ങളായ 71 പേരുടെ വിവരങ്ങളാണ് വിശകലനം ചെയ്തത്. മന്ത്രിസഭയിലെ അംഗങ്ങളായ കൂടുതൽ പേരും 51, 70 എന്ന വയസ്സിനിടയിൽ പ്രായമുള്ളവരാണ് എന്നാണ് റിപ്പോർട്ട് വ്യക്തമാക്കുന്നത്. അതായത് കൃത്യമായ കണക്കുകൾ പറയുകയാണെങ്കിൽ ആകെയുള്ള മന്ത്രിമാരിൽ 47 പേരാണ് ഈ പ്രായപരിധിക്ക് ഉള്ളിൽ വരുന്നവർ. ഇതിനെ ഒന്നുകൂടി ആഴത്തിൽ പരിശോധിച്ചാൽ 22 മന്ത്രിമാർ 51-നും 60-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ബാക്കി 25 പേർ 61-നും 70-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഇത് തന്നെ മന്ത്രിസഭയുടെ ആകെ പരിചയ സമ്പത്തിനെ ഗണ്യമായി ഉയർത്തുന്ന കണക്കുകളാണ്. കൂടാതെ കുറഞ്ഞ പ്രായമുള്ള മന്ത്രിമാരുടെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. കുറഞ്ഞ പ്രായത്തിലുള്ള മന്ത്രിമാരിൽ 24%വും 31-നും 50-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഈ ഗ്രൂപ്പിൽ ആകെ 17 മന്ത്രിമാർ ഉൾപ്പെടുന്നു. 31, 40 പ്രായപരിധിയിലുള്ള 2 മന്ത്രിമാരും 41, 50 പ്രായപരിധിയിലുള്ള 15 മന്ത്രിമാരുമാണ് ആകെയുള്ളത്. എന്നാൽ കൂടുതൽ പ്രായമുള്ള മന്ത്രിമാരുടെ കണക്കുകളും പുറത്തു വന്നിട്ടുണ്ട്. 71-നും 80-നും ഇടയിൽ പ്രായമുള്ള 7 മന്ത്രിമാർ ഉൾപ്പെടുന്നു എന്നതാണ് പ്രധാന കാര്യം. ഇത് ആകെ മന്ത്രിമാരുടെ 10%-ത്തെ പ്രതിനിധീകരിക്കുന്നു. ഇത്തവണ മന്ത്രിസ്ഥാനം വഹിച്ചവരിൽ ഏറ്റവും പ്രായം കുറഞ്ഞയാൾ റാം മോഹൻ നായിഡുവാണ്. 36 വയസ്സുള്ള അദ്ദേഹം TDP പ്രതിനിധിയാണ്. അതേസമയം ജൂൺ 9-നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ മൂന്നാം മോദി സർക്കാരിലെ 72 അംഗങ്ങൾ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റെടുത്തത്. ഇതിൽ 30 മന്ത്രിമാരാണ് ക്യാബിനറ്റ് പദവിയുള്ളവർ. 5 പേർ സ്വതന്ത്ര ചുമതലയുള്ള മന്ത്രിമാരും ശേഷിക്കുന്നവർ സഹമന്ത്രിമാരുമാണ്. കഴിഞ്ഞ ദിവസമായിരുന്നു ഇവരുടെ വകുപ്പുകൾ സംബന്ധിച്ച പ്രഖ്യാപനം നടന്നത്. രാജ്നാഥ് സിംഗ്, അമിത് ഷാ, നിതിൻ ഗഡ്കരി, നിർമ്മല സീതാരാമൻ, S ജയശങ്കർ തുടങ്ങിയവർ കഴിഞ്ഞ തവണത്തെ അതേ വകുപ്പുകൾ ഇക്കുറിയും നിലനിർത്തി. കൂടാതെ JP നദ്ദ കൂടി ഇത്തവണ സംഘടനാ തലത്തിൽ നിന്നും തിരികെ മന്ത്രിസഭയിലേക്ക് എത്തിയെന്നതും പ്രത്യേകതയാണ്. അദ്ദേഹത്തിന് ആരോഗ്യവകുപ്പാണ് നൽകിയത്. അതേസമയം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇന്ത്യ സഖ്യത്തിന്റെ വെല്ലുവിളികളെ ഒരു പരിധിവരെ അതിജീവിക്കാൻ BJP നേതൃത്വം നൽകുന്ന NDAക്ക് കഴിഞ്ഞുവെന്ന ആശ്വാസത്തിലാണവർ. എന്നാൽ ഇനിയാണ് യഥാർത്ഥ വെല്ലുവിളി അവരെ കാത്തിരിക്കുന്നത്. ഈ വർഷവും അടുത്ത വർഷവുമായി 6ഓളം സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമാണ് നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുന്നത്. ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ജമ്മു കശ്മീർ, ഡൽഹി, ബീഹാർ എന്നിവയാണ് ഈ വർഷവും 2025-ലുമായി തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളും കേന്ദ്രഭരണ പ്രദേശങ്ങളും. അതുകൊണ്ട് തന്നെ ഇത്തവണത്തെ മന്ത്രിമാരെ പ്രഖ്യാപിക്കുന്നതിന് മുന്നോടിയായി ഈ വിഷയങ്ങൾ കേന്ദ്രം പരിഗണിച്ചുവെന്നും വ്യക്തമാണ്. ഇത്തവണ BJPക്ക് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയേറ്റു എന്നത് സത്യമാണ്. എന്നാൽ ഹരിയാന, മഹാരാഷ്ട്ര, ജാർഖണ്ഡ്, ബീഹാർ എന്നിവിടങ്ങളിൽ BJP വലിയ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. ഇതിന്റെ പ്രത്യുപകാരമോ അടുത്ത വർഷത്തെ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടോ എന്നറിയില്ല. ഈ മന്ത്രിസഭയിൽ മേൽപ്പറഞ്ഞ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്ന ഇടങ്ങളിൽ നിന്നാണ് കൂടുതൽ അംഗങ്ങൾ വന്നിരിക്കുന്നത് എന്നതും ശ്രദ്ധേയമാണ്. ഇത് BJPയുടെ മറ്റൊരു പൊറാട്ട് നാടകമായി കണക്കാക്കാം.